Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിൽ ലോട്ടറി വിൽപ്പനക്കാരൻ ബസ്സുകൾക്കിടയിൽപ്പെട്ടു മരിച്ചു. മരിച്ചത് പയ്യന്നൂർ കേളോത്തെ KV രാഘവൻ. അപകടം തിങ്കളാഴ്ച രാവിലെയോടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ. 15 സംവത്സരങ്ങൾക്ക് ശേഷം രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. കളിയാട്ടത്തിന് തുടക്കമായത് രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടെ. ഇടുക്കിയിലെ കർഷകരുടെ രാജ്ഭവൻ മാർച്ച് വിജയകരമാകുമെന്ന് കണ്ടപ്പോഴാണ് ഗവർണർ ഇടുക്കിയിലേക്ക് യാത്ര തീരുമാനിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലെ പ്രതിഷേധമെന്നും MV ഗോവിന്ദൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K സുദീപ്. രോഗികളെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പിൻവലിക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട്. വാർത്തകൾ വിശദമായി. പയ്യന്നൂരിൽ ലോട്ടറി വിൽപ്പനക്കാരൻ ബസ്സുകൾക്കിടയിൽപ്പെട്ട് മരിച്ചു. പയ്യന്നൂർ കേളോത്തെ KV രാഘവനാണ് മരണപ്പെട്ടത്. പഴയ ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം നടന്നത്. പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ പിന്നോട്ടെടുത്ത സ്വകാര്യ ബസ്സുകൾക്കിടയിൽപ്പെട്ടാണ് ലോട്ടറി തൊഴിലാളി മരിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. പയ്യന്നൂർ ടൗണിലെ ആദ്യകാല ടാക്സി ഡ്രൈവറും ലോട്ടറി വിൽപ്പനക്കാരനുമായ പയ്യന്നൂർ കേളോത്ത് ബ്ലോക്ക് ഓഫീസിന് സമീപത്തെ KV രാഘവനാണ് മരിച്ചത്. ബസ് സ്റ്റാൻഡിൽ ട്രാക്കിൽ പാർക്ക് ചെയ്യുന്നതിനായി പിറകോട്ടെടുക്കുകയായിരുന്ന സ്വകാര്യ ബസ്സിനും നിർത്തിയിട്ടിരുന്ന മറ്റൊരു ബസ്സിനുമിടയിൽ ഇയാൾ കുരുങ്ങിപ്പോവുകയായിരുന്നു. പിന്നോട്ടെടുക്കുകയായിരുന്ന ബസ്സിനെ കണ്ട് ശാരീരിക അവശതകൾ മൂലം പെട്ടെന്ന് ഇയാൾക്ക് ഒഴിഞ്ഞുമാറാൻ സാധിക്കാത്തത് ദുരന്തത്തിന് കാരണമായി. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ബസ് ജീവനക്കാരും നാട്ടുകാരും ഉടൻ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. KA ശകുന്തളയാണ് ഭാര്യ. ലതിക, പുരുഷോത്തമൻ, സജിനി എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 15 സംവത്സരങ്ങൾക്ക് ശേഷം രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടെയാണ് കളിയാട്ടത്തിന് തുടക്കമായത്. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും ക്ഷേത്രത്തിലേക്ക് എത്തിച്ചതോടുകൂടിയാണ് പെരുങ്കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായത്. ആദ്യ ദിനമായ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് കലശം കുളിക്കലും അരങ്ങിലടിയന്തരവും നടന്നു. തുടർന്നാണ് ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും എത്തിച്ച് കുഴിയടുപ്പിൽ അഗ്നി പകർന്നത്. പിന്നീട് തിടങ്ങൽ ചടങ്ങ് നടന്നു. വൈകുന്നേരം 3 മണിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ ഉച്ചത്തോറ്റം, അരങ്ങിൽ അടിയന്തരം, നെയ്യാട്ടം എന്നിവയും നടന്നു. പിന്നീട് പുലിയൂർ കണ്ണന്റെ വെള്ളാട്ടത്തിന് ശേഷം അന്നദാനം നടന്നു. രാത്രിയോടെ മുച്ചിലോട്ട് ഭഗവതിയുടെ അന്തിത്തോറ്റം, അരങ്ങിൽ അടിയന്തരം, നെയ്യാട്ടം എന്നിവയും പൂർത്തിയായി.
ഇനി 4 നാൾ രാമന്തളി ഗ്രാമത്തിനാകെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം സമ്മാനിക്കുന്ന പെരിങ്കളിയാട്ട നഗരിയിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ എത്തിച്ചേരും. അന്നപൂർണേശ്വരിയായ മുച്ചിലോട്ട് ഭഗവതിയും പരിവാര ദേവീദേവന്മാരും ഉറഞ്ഞാടി ഉരിയാടി മഞ്ഞക്കുറി നൽകി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന പെരിങ്കളിയാട്ട ദിനങ്ങൾ നാടിന്റെ ചരിത്രത്താളുകളിൽ കൂടി രേഖപ്പെടുത്തുന്നവയാണ്. നാല് നാൾ നീണ്ടു നിൽക്കുന്ന രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരിങ്കളിയാട്ട മഹോത്സവത്തിന് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് ഒഴുകി എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരിൽ അവസാന ദിവസമായ 11-ന് ഉച്ചയ്ക്ക് 1 മണിയോടെ നടക്കും. മുച്ചിലോട്ടമ്മയെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം വാങ്ങാനുമായി 10,000 അന്നേ ദിവസം എത്തിച്ചേരും. രാമന്തയുടെ മഹോത്സവമാകുന്ന പെരിങ്കളിയാട്ട മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടമന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്. ഇടുക്കിയിലെ കർഷകരുടെ രാജ്ഭവൻ മാർച്ച് വിജയകരമാകുമെന്ന് കണ്ടപ്പോഴാണ് ഗവർണർ ഇടുക്കിയിലേക്ക് യാത്ര തീരുമാനിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലെ പ്രതിഷേധമെന്നും MV ഗോവിന്ദൻ തളിപ്പറമ്പിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാതെ വെക്കുന്നത് കർഷകർക്ക് വലിയ പ്രയാസമുണ്ടാക്കും. കർഷകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ് ലഭിക്കാതിരിക്കുന്നത്. അതിന് ഒരു ന്യായീകരണവും ഗവർണർക്ക് പറയാനില്ല. സ്വാഭാവികമായി ഒപ്പിട്ട് ഈ ബില്ലുകൾ നിയമമാക്കണം. നയപ്രഖ്യാപനം ഗവർണറുടെ ചുമതലയാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഗവൺമെൻറ് തീരുമാനിച്ച നിലപാട് അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പ്രയാസമാകുന്നത്, ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആനുകൂല്യം ലഭിക്കാതിരിക്കുന്നത്, അതിന് ന്യായീകരണം പറയാനൊന്നും ഈ പറയുന്ന ഗവർണർക്ക് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അടിയന്തരമായി അത് ഒപ്പിട്ട് നിയമമാക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതെല്ലാം പ്രസിഡന്റിന് അയച്ചിരിക്കുകയാണ്. അതിലാണ് ജനങ്ങളാകെ ശക്തിയായിട്ട് പ്രതിഷേധിക്കുന്നത്. അതാണ് കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് നയപ്രഖ്യാപനം നടത്തുമെന്ന് എന്തോ ഒരു ഔദാര്യം നൽകുന്ന പോലെ ഗവർണർ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. അതെല്ലാം ഭരണഘടനാപരമായ കാര്യങ്ങളൊക്കെ അയാൾക്ക് നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരുന്നു. അത് ഗവർണർ ആരായാലും ഇന്ന ആളൊന്നുമില്ല, ഏത് ഗവർണറായാലും ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ അദ്ദേഹം ചുമതലപ്പെട്ട ആളാണല്ലോ. അത് നിർവഹിക്കണം എന്നുള്ളതാണ് ആ സംബന്ധിച്ച് പറയാനുള്ളത്. ഗവർണർ ആരായാലും ഭരണഘടനാപരമായ ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. ഭരണഘടനാപരമായ കാര്യങ്ങൾ ഗവർണർക്ക് നിർബന്ധപൂർവ്വം നടത്തേണ്ടി വരുമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിൽ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പെരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് അറിയിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്തകൾ തിരുത്തണമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ് അറിയിച്ചു. ഏറ്റവും ഒടുവിലെ തിയേറ്റർ ദിനമായ ജനുവരി 5-നും രോഗി ബൈപ്പാസ് സർജറിക്ക് വിധേയനായിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റിൽ നിലവിൽ 2 ഡോക്ടർമാർ മുഴുവൻ സമയ ഡ്യൂട്ടിയിലുണ്ട്. അവധിയിലുള്ള ഒരു ഡോക്ടർ താമസിയാതെ ജോലിയിൽ പ്രവേശിക്കുമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. നേരത്തെ തന്നെ തിരക്കേറിയ വിഭാഗമാണ് പരിയാരത്തെ കാർഡിയോളജി വിഭാഗം. സ്വകാര്യ ആശുപത്രികളിലെ ഭീമമായ ചികിത്സാ ചെലവ് കാരണവും കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ ചികിത്സാ പദ്ധതികൾ പ്രകാരം മിക്കവാറും എല്ലാ രോഗികൾക്കും പരിപൂർണ സൗജന്യമായി ശസ്ത്രക്രിയ നടന്നുവരുന്നതിനാലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കൂടാതെ വയനാട്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിൽ നിന്നും രോഗികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. തിരക്ക് പരിഹരിക്കാനായി നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ശസ്ത്രക്രിയ മുടങ്ങി എന്ന് തെറ്റിദ്ധാരണ പരത്തുമ്പോൾ ബൈപ്പാസ് സർജറിക്കായി സമീപ ദിവസങ്ങൾ അനുവദിച്ചവർ ഉൾപ്പെടെയുള്ളവരിൽ അത് ആശങ്കയുണ്ടാക്കുമെന്നും ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വാർത്ത തിരുത്തണമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അഭ്യർത്ഥിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച മുച്ചക്ര വാഹനവും ഇലക്ട്രിക് വീൽചെയറും വിതരണം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണവും ഉദ്ഘാടനവും നിർവഹിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മുച്ചക്ര വാഹനവും ഇലക്ട്രിക് വീൽചെയറും വിതരണം ചെയ്തു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഞാൻ 5 ബസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിലെ ഒരു ബസ് നമുക്കറിയാം, മാതമംഗലം സ്കൂളിൽ ഒരു അപകടം നടക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നു. അന്ന് കുട്ടി രക്ഷകർത്താക്കളും PTA-ക്കാരും എന്നോട് പറഞ്ഞു, വാഹനത്തിൻ്റെ അപര്യാപ്തത കൊണ്ടാണ് ഈ അപകടം ഉണ്ടായതും 2 കുട്ടികൾ മരിച്ചത്.
അന്ന് അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു വാഹനം എൻ്റെ MP ഫണ്ട് തരാം. എല്ലാ വാഹനങ്ങൾക്കും ഞാൻ 35 ലക്ഷം രൂപ അനുവദിക്കും. ആ അനുവദിക്കുന്ന 35 ലക്ഷം രൂപയിൽ ഓരോ സ്കൂളുകൾക്ക് ആവശ്യമായ ബസ്സുകൾ വാങ്ങി മിച്ചം വന്നാൽ ആ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് 25 ലക്ഷം അനുവദിച്ചാൽ ചിലപ്പോൾ 30 ലക്ഷം വേണമെങ്കിൽ പിന്നെ 5 ലക്ഷത്തിന് വേണ്ടി വീണ്ടും ഇതിൻ്റെ നടപടിക്രമങ്ങൾ നീണ്ടു പോകും. പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ എ. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. സോഷ്യൽ വെൽഫെയർ ഓഫീസർ OK രാജു, സുരേന്ദ്രൻ രാമന്തളി, ആകാശ് ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാടിനെ ആവേശലഹരിയിലാഴ്ത്തിയ ഏഴോം ഫെസ്റ്റിന് ആഘോഷ നിറവിൽ സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 19 ദിനരാത്രങ്ങളിലായി പഴയങ്ങാടിയിൽ വച്ച് നടന്ന ഏഴോം ഫെസ്റ്റ് സമാപിച്ചു. ഫെസ്റ്റിന്റെ ഭാഗമായി റോബോട്ടിക് ആനിമലുകളുടെ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, കുടുംബശ്രീ വിപണന മേള, ശാസ്ത്ര വിദ്യാഭ്യാസ പ്രദർശനം, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നടൻ സുധീർ കരമന മുഖ്യാതിഥിയായി. ഞാൻ ജനിച്ചത് തിരുവനന്തപുരത്താണ്, വളർന്നതും തിരുവനന്തപുരത്താണ്, തലസ്ഥാന നഗരിയിൽ. അവിടെ ഒരു വർഷത്തിൽ മിക്കവാറും 10 മാസവും വ്യത്യസ്ത കലാപരിപാടികളാണ്. ഈ കലാപരിപാടി 2 മാസമാണ് ഏറ്റവും ചൂട് കയറിയ മാസം. ചൂടെന്ന് വെച്ചാൽ M. വിജയൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TV രാജേഷ്, സംവിധായകൻ സന്തോഷ് മണ്ടൂർ, ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ഗോവിന്ദൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് OV നാരായണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KN ഗീത, V. വിനോദ്, V. പരാഗൻ, T. രാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫെസ്റ്റിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഇശൽ ഗായിക ഫാസില ബാനു നയിച്ച സംഗീത വിരുന്ന് ഏറെ ശ്രദ്ധേയമായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സഹൃദയക്കൂട്ടം പയ്യന്നൂരിന്റെ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ N. ശശിധരനുള്ള പുരസ്കാര സമർപ്പണവും ആദര സമ്മേളനവും പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്നു. എഴുത്തുകാരും ചലച്ചിത്ര നാടക പ്രവർത്തകരുമടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പയ്യന്നൂർ കേന്ദ്രമാക്കിയുള്ള സാഹിത്യ, നാടക, സിനിമ ആസ്വാദകരുടെ കൂട്ടായ്മയായ സഹൃദയക്കൂട്ടത്തിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം നിരൂപകനും നാടകകൃത്തും തിരക്കഥാകൃത്തുമായ N. ശശിധരന് സമ്മാനിച്ചു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. സാധാരണമല്ലാത്തൊരു സിനിമ എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ നമ്മൾ സാധാരണഗതി ഒരു അവാർഡൊക്കെ കൊടുക്കുമ്പോൾ പറയുന്നൊരു സാധാരണ വാക്കുണ്ട്, അത് ബഹുമുഖ പ്രതിഭ. അതിലൊന്നും ഉൾക്കൊള്ളാത്തൊരു മഹാപ്രതിഭയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് EV രാമകൃഷ്ണൻ പ്രശസ്തി പത്രവും സാഹിത്യകാരൻ CV ബാലകൃഷ്ണൻ, ബാബു അന്നൂർ രൂപകൽപ്പന ചെയ്ത ശില്പവും എഴുത്തുകാരി R. രാജശ്രീ പുരസ്കാര തുകയായ 1 ലക്ഷം രൂപയും സമ്മാനിച്ചു. EP രാജഗോപാലൻ N. ശശിധരന്റെ സംഭാവനകളെ അനുസ്മരിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ, K. പ്രേമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. N. ശശിധരന്റെ ജീവിതത്തെ ആസ്പദമാക്കി ജയൻ മാങ്ങാട് സംവിധാനം ചെയ്ത മെതിയടി ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. N. ശശിധരൻ രചിച്ച് S. സുനിൽ സംവിധാനം ചെയ്ത ജീവചരിത്രം നാടകത്തിന്റെ പുനരാവിഷ്കരണം നടന്നു. ബാബു അന്നൂരിന്റെ നേതൃത്വത്തിൽ വെള്ളൂർ സെൻട്രൽ ആർട്സിന്റെ സഹകരണത്തോടെയാണ് നാടകം അവതരിപ്പിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംസ്കൃത വസ്തുവായി ഇതാ നിങ്ങൾക്ക് മുന്നിൽ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ UP സ്കൂളിലെ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP KE പ്രേമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സബ് ഇൻസ്പെക്ടർ ഷീജ അധ്യക്ഷത വഹിച്ചു. ചൈൽഡ് വെൽഫെയർ ഓഫീസർ ASI മണി, അസിസ്റ്റന്റ് ചൈൽഡ് വെൽഫെയർ ഓഫീസർ ലീന തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
ഇനി പെരുങ്കളിയാട്ട വിശേഷങ്ങൾ. സർവൈശ്വര്യനാഥൻ ശ്രീ ശങ്കരനാരായണൻ സംരക്ഷിച്ചിടും ഭൂമിയിലവരും കൃപാകരീ ചൊല്ലേറും രാമന്തളി മുച്ചിലോട്ടമ്മേ. പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രാമന്തളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. മഠത്തിൽ മുച്ചിലോട് എന്നുകൂടി അറിയപ്പെടുന്ന രാമന്തളി മുച്ചിലോടിന്റെ ആവിർഭാവവും ഏറെ സവിശേഷതകൾ നിറഞ്ഞതാണ്. ഏഴിമലയുടെ താഴ്വാര ഗ്രാമമായ രാമന്തളിയിൽ വീണ്ടും ഒരു പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ള 4 നാൾ രാമന്തളിയുടെ നാട്ടുവഴികൾ രാമന്തളി മുച്ചിലോട്ടിൻ്റെ തിരുമുറ്റത്തേക്ക് നീളും. 2 അഗ്നിദേവതമാർക്ക് നടുവിലിരുന്ന് മുച്ചിലോട്ട് ഭഗവതി ഭക്തർക്ക് ദർശനം നൽകുന്നു എന്ന പ്രത്യേകതയുള്ള രാമന്തളി മുച്ചിലോട്ടിൻ്റെ ചരിത്രവും സവിശേഷതയുള്ളതാണ്. കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോട്ട് നിന്നുമാണ് ഭഗവതി രാമന്തളിയിലേക്ക് എഴുന്നള്ളി എന്നാണ് വിശ്വാസം. ഒരു കാലത്ത് രാമന്തളിയിൽ വാണിയ സമുദായക്കാർ ഇല്ലായിരുന്നുവത്രേ. ശങ്കരനാരായണ ക്ഷേത്രത്തിലെ നിത്യദീപത്തിന് എണ്ണ നൽകുവാൻ ആളില്ലാതെ വന്നപ്പോൾ കോടിയത്ത് പൊതുവാൾ വിഭാഗക്കാർ വാണിയ സമുദായക്കാരനായ ഒരാളെ പ്രദേശത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചക്കും ചക്കാലയും ഉൾപ്പെടെ ആവശ്യമായ സൗകര്യം ഒരുക്കി നൽകുകയും ചെയ്തു. ഇദ്ദേഹം തൊട്ടടുത്ത മുച്ചിലോടായ കുഞ്ഞിമംഗലം പുറത്തെരുവത്ത് മുച്ചിലോടാണ് കാൽവര നൽകി വന്നിരുന്നത്. രാമന്തളിയിലെത്തിയെങ്കിലും ഈ ചടങ്ങ് അദ്ദേഹം മുടക്കം കൂടാതെ നടത്തിപ്പോന്നു. എന്നാൽ ഒരു തവണ തൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഈ യുവാവ് കുഞ്ഞിമംഗലത്തെത്താൻ വൈകുകയും ഇക്കാരണത്താൽ മുച്ചിലോട്ടുകാർ കാൽവര സ്വീകരിക്കാതെ മടക്കി അയക്കുകയും ചെയ്തു. സങ്കടത്തോടെ രാമന്തളിയിലേക്ക് മടങ്ങിയ യുവാവ് എത്തിച്ചേർന്നത് കോയിത്തട നായർ തറവാട്ടിലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സങ്കടം കണ്ട ആ തറവാട്ടിലെ മുതിർന്ന സ്ത്രീ യുവാവിനോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും വിവരങ്ങൾ കേട്ടറിഞ്ഞ ഉടൻ സാരമില്ല, രാമന്തളിയിൽ നമുക്കൊരു മുച്ചിലോട്ട് പണിയാം എന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ സംസാരം പുരോഗമിക്കവെയാണ് വരീക്കൽ ശാസ്താവിൻ്റെ തിരുവുള്ളം വിശേഷിക്കുന്ന കുടക്കലച്ചന് ദൈവനിയോഗമുണ്ടായി ഒരു ശൂലവുമായി ഓടിവരുന്ന കാഴ്ച ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ടയുടൻ വാണിയ യുവാവും അദ്ദേഹത്തിന് അടുത്തേക്കൂടി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ശൂലം കുടക്കലച്ചന് പ്രദേശത്ത് സ്ഥാപിക്കുകയും ഇവിടെയാണ് മുച്ചിലോട്ട് ഭഗവതിക്ക് സ്ഥാനം വേണ്ടതെന്ന് അരുളപ്പാട് ഉണ്ടാവുകയും ചെയ്തു. ഇരുവരും സന്ധിച്ച സ്ഥലത്താണ് മുച്ചിലോട്ട് സ്ഥാപിതമായത്. ഈ സ്ഥലം നരയങ്കണ്ണൂരപ്പൻ്റെ മഠം വകയായതിനാൽ രാമന്തളി മുച്ചിലോട്ടിന് മഠത്തിൽ മുച്ചിലോട് എന്ന പേരുകൂടി കൈവന്നു. പ്രദേശത്തെ ദേവതയായ പ്രമാഞ്ചേരി ഭഗവതിക്ക് വലത്തുഭാഗത്ത് സ്ഥാനം നൽകുകയും ഇടത്തുഭാഗത്ത് നരമ്പിൽ ഭഗവതിയുടെ സാന്നിധ്യം കൂടിയായതോടെ 2 അഗ്നിദേവതമാരുടെ നടുവിലായി മുച്ചിലോട്ട് ഭഗവതിയുടെ സ്ഥാനം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന ശില്പവും പെരുങ്കളിയാട്ട ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രവും ഉദ്ഘാടനം ചെയ്തു. ടി മധുസൂദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാമന്തളി ശ്രീ മുച്ചിലോട്ട് പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന ശില്പവും പെരുങ്കളിയാട്ട ആരോഗ്യ ശുചിത്വ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ പരിപാലന കേന്ദ്രവും ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ടി ഗോവിന്ദൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു നീലകണ്ഠൻ, KP ദിനേശൻ, AV സുനിത,
മെമ്പർമാരായ പി നാരായണി, കെ സീമ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രഞ്ജിത, ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ, ഡോക്ടർ ജബ്ബാർ, പി ദാമോദരൻ, കെ വി രാജേഷ്, ഹരിദാസൻ നായർ, പി രാഘവൻ, പി നാരായണൻ, കെ വി സന്തോഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഗിരീഷ്, എം വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെയാണ് ആരോഗ്യ പരിപാലന കേന്ദ്രം ഒരുക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഹോമിയോ, ആയുർവേദ ഡിസ്പെൻസറികൾ, പൊതുജനാരോഗ്യ വിഭാഗം എന്നിവ സ്റ്റാളിലുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിപുലീകരിച്ചു. ഓലക്കൂട്ടകൾ സ്ഥാപിച്ച് മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമം. രാമന്തളി മുച്ചിലോട്ട് പെരുങ്കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഹരിത കർമ്മസേന രംഗത്തിറങ്ങി. 20 പേരടങ്ങിയ 4 സ്ക്വാഡുകളാണ് ഇതിനകം രൂപീകരിച്ചിരിക്കുന്നത്. ഹരിതകർമ്മസേന തയ്യാറാക്കിയ ഓലക്കൂട്ടകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി ദാമോദരന് കൈമാറി. 100ഓളം കൂട്ടകളാണ് പെരുങ്കളിയാട്ട നഗരിയിൽ വിവിധ കേന്ദ്രങ്ങളിലായി സ്ഥാപിച്ചിരിക്കുന്നത്. 4 ദിവസങ്ങളിലായി നടക്കുന്ന ഈ ഒരു ആഘോഷ പരിപാടിക്ക് പഞ്ചായത്തിൻ്റെ നിലയിലേക്ക് നമുക്കറിയാം, നമ്മുടെ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുക എന്നതോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ജനങ്ങളുടെയും ആരോഗ്യം ഏറ്റവും നന്നായ രീതിയിലേക്ക് തന്നെ ഉണ്ടാവണമെന്ന നിലയിലേക്ക് നല്ലൊരു ഇടപെടൽ ഇപ്പം ആരോഗ്യ ശുചിത്വ കമ്മിറ്റി നടത്തുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുകയാണ്. ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിന്ദു നീലകണ്ഠൻ, കെ ദിനേശൻ, വി സുനിത, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വി ഗിരീഷ്, പി നാരായണി, ടി വേണുഗോപാലൻ, രതീശൻ, ഹരീഷ് ബാബു, രാധാമണി, BO കെ ബൈജു, ടി സജിത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മറ്റു വാർത്തകളിലേക്ക്. പയ്യന്നൂർ പ്രസ് ഫോറം ജനകീയ നിർമ്മാണ കമ്മിറ്റി നിർമ്മിച്ച ഷാജിക്കൊരു വീടിന്റെ താക്കോൽ ദാനം ഈ മാസം 10 വൈകുന്നേരം നടക്കും. സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനവും താക്കോൽ ദാനവും നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഷാജിക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മമ്പലത്ത് വെച്ചിട്ട് തീരുമാനം ചെയ്യുന്നത്. പയ്യന്നൂർ പ്രസ് ഫോറം ജനകീയ നിർമ്മാണ കമ്മിറ്റി നിർമ്മിച്ച ഷാജിക്കൊരു വീടിന്റെ താക്കോൽദാനം ഈ മാസം 10 വൈകുന്നേരം നടക്കും. വൈകുന്നേരം 5 മണിക്ക് തെരു അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപത്ത് നടക്കുന്ന ചടങ്ങിൽ സ്പീക്കർ എൻ ഷംസീർ താക്കോൽദാനം നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പത്രപ്രവർത്തകർ സഹപ്രവർത്തകന് വീട് നിർമ്മിച്ചു നൽകുന്നത് അപൂർവമാണ്. ജനകീയ സഹകരണത്തോടെയാണ് ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതെന്ന് പയ്യന്നൂർ പ്രസ് ഫോറം ഭാരവാഹികൾ അറിയിച്ചു. നിർമ്മാണ കമ്മിറ്റി ചെയർമാനും നഗരസഭാ വൈസ് ചെയർമാനുമായ PV കുഞ്ഞപ്പൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷനാകും. കെട്ടിട നിർമ്മാണവുമായി സഹായിച്ച തൊഴിലാളികളെ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ചടങ്ങിൽ ആദരിക്കും. അവാർഡുകൾ നേടിയ പത്രപ്രവർത്തകരെ TI മധുസൂദനൻ MLA ആദരിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സംഘാടക സമിതി കൺവീനർ PV കുഞ്ഞപ്പൻ, T ഭരതൻ, A സന്തോഷ്, പച്ചരാജീവൻ, പവിത്രൻ കണ്ടോത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരിപുരത്ത് സ്കൂൾ പരിസരത്ത് അപകട ഭീഷണിയായി ഉണങ്ങിയ മരം അടിയന്തിരമായി മുറിച്ചു മാറ്റാൻ ആവശ്യമായ നടപടി വേണമെന്ന് നാട്ടുകാർ. സ്കൂൾ പരിസരത്ത് അപകട ഭീഷണിയായി ഉണങ്ങിയ മരം മാടായി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ, ബോയ്സ് ഹൈസ്കൂൾ, BRC എന്നിവിടങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന മാടായി BRC ഓഫീസിനു മുന്നിലാണ് ഉണങ്ങി ദ്രവിച്ച് പുളിമരം നിൽക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടേതാണ് മരം. ഇതിനടിയിലൂടെ വൈദ്യുതി കമ്പിയും കടന്നു പോകുന്നുണ്ട്. സ്കൂൾ പരിസരത്ത് അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ ഉത്തരവിറക്കിയിട്ടുണ്ടെങ്കിലും നിയമങ്ങൾ നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കുറേ കാലമായി നമ്മൾ പറഞ്ഞു മുതലാളിയെ മുറിക്കേണ്ടി പറഞ്ഞു. അതൊരു അനക്കില്ല. അതിൽ കൊമ്പ് പൊട്ടിപ്പോൾ അയാളെ ബിൽഡിങ്ങിന് മേലെ കൊണ്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇതിലൂടെ സ്കൂളിലേക്ക് പോകുന്നതാണ്. ഗേൾസ് ഹൈസ്കൂളിലും ചെറിയ സ്കൂളിലും കുഞ്ഞുങ്ങൾ ഇതിലൂടെ പോകുന്നു. കുറേ പ്രാവശ്യം നമുക്ക് പറഞ്ഞാൽ അതിന് മേലെ ഒറ്റയ്ക്ക് ലൈനും ഉണ്ട്. എന്നിട്ട് ഒരു
പിന്നെ ഇതുണ്ടായില്ല. പഞ്ചായത്ത് പറഞ്ഞു, മെമ്പർ പറഞ്ഞു, മെമ്പറോടും പറഞ്ഞു, മെമ്പറൊന്നും കേൾക്കുന്നില്ല. മെമ്പർ പറഞ്ഞു മുതലാളി മുറിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വിദ്യാർത്ഥികൾ കൂട്ടമായി നടന്നു പോകുന്ന വഴിയിലെ അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രീ പ്രൈമറി സ്കൂൾ കലോത്സവവും LSS USS വിജയികൾക്ക് അനുമോദനവും നടന്നു. TI മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് കൊഞ്ചൽ പ്രീ പ്രൈമറി സ്കൂൾ കലോത്സവവും LSS USS വിജയികൾക്കുള്ള അനുമോദനവും പഞ്ചായത്ത് ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനവും അനുമോദനവും നിർവഹിച്ചു. മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായി ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്ത് എന്ന അതിമനോഹരമായി പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. മറ്റ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ആലോചിച്ച് വരുന്നതുകൊണ്ട് ചടങ്ങിൽ കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രതാപ് കേശവൻ മാസ്റ്റർ, K പത്മിനി, സുരേഷ് ബാബു, KG ബിന്ദുമോൾ, K മോഹനൻ, ലിസി ഏലിയാസ്, TM സതീശൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ തുടരുന്നു. ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡ് പൂർണ്ണമായി ടാറിംഗ് ചെയ്യാത്തത് ദുരിതമാകുന്നു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ചന്തപ്പുര കള്ളക്കാംതോട് പൊള്ളാളം റോഡ് സ്ഥിതി ചെയ്യുന്നത്. 40 വർഷത്തിലധികം പഴക്കമുള്ള പ്രദേശത്തെ ആദ്യകാല റോഡ് കൂടിയാണിത്. ചന്തപ്പുരയിൽ നിന്ന് എളുപ്പത്തിൽ പാണപ്പുഴ ചുടല റോഡിലേക്ക് എത്തിച്ചേരുവാനുള്ള ഈ റോഡിൽ 1.5 കിലോമീറ്റർ നീളത്തിൽ മാത്രമാണ് ടാറിംഗ് നടത്താൻ ബാക്കിയുള്ളത്. MLAയുടെയോ കേന്ദ്ര ഫണ്ടോ ലഭിച്ചാൽ മാത്രമേ റോഡ് പൂർണ്ണമായും ടാറിംഗ് നടത്താനാവുകയുള്ളൂ. പഞ്ചായത്ത്, പൊതുശ്മശാനം, വ്യവസായ എസ്റ്റേറ്റ് എന്നിവയൊക്കെയും ഈ റോഡരികിലുണ്ട്. ദിനേന 100 കണക്കിന് ആളുകളാണ് ഈ റോഡിനെ ആശ്രയിക്കുന്നത്. മഴക്കാലം എത്തിയാൽ റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് ചളിക്കുളമാകുമെന്നതും വലിയ ഗതാഗത പ്രശ്നം തന്നെയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് ബാക്കി വരുന്ന റോഡ് കൂടി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കി നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. താവം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്ര കളിയാട്ട മഹോത്സവത്തിന്റെ സമാപനമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. താവം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുക്കാൻ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. വേട്ടയ്ക്കൊരു മകൻ, ഊർപ്പഴശ്ശി, ഇളങ്കോലം, തായ്പരദേവത തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഇമാം ഹസനുൽ ബസറി ഉറൂസ് ജനുവരി 10 മുതൽ 14 വരെ മുട്ടം ഹസനുൽ ബസറി ക്യാമ്പിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പഴയങ്ങാടി മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. പണ്ഡിതനും താബിഈ പ്രമുഖനുമായ ഇമാം ഹസനുൽ ബസരിയുടെ ആണ്ടനുസ്മരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഉറൂസ് ജനുവരി 10 മുതൽ 14 വരെ മുട്ടം ഹസനുൽ ബസരിയിൽ നടക്കും. ഉറൂസിന്റെ ഭാഗമായി നടക്കുന്ന രക്തദാന ക്യാമ്പ് മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 10 രാവിലെ 8 മണിക്ക് അബൂബക്കർ സഖാഫി കുഞ്ചിലം പതാക ഉയർത്തുന്നതോടെ ഉറൂസിന് തുടക്കമാകും. വൈകിട്ട് 6:45 നടക്കുന്ന ഉദ്ഘാടന സംഗമം സയ്യിദ് ഷാഫി അൽ ബാ അലവി മദീന മുനവറ ഉദ്ഘാടനം ചെയ്യും. റഹ്മത്തുല്ലാഹ് സഖാഫി എളമരം മുഖ്യപ്രഭാഷണം നടത്തും. 14 രാവിലെ 10 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്സരി കാന്തപുരം ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ്, മതപ്രസംഗങ്ങൾ, ഖദ്മുൽ ഖുർആൻ, അജ്മീർ നേർച്ച എന്നിവയും ഉറൂസിന്റെ ഭാഗമായി നടക്കും. റഹ്മത്തുല്ലാഹ് സഖാഫി എളമരം, അനസ് അമാനി പുഷ്പഗിരി, ലുക്മാനുൽ ഹക്കീം സഖാഫി തുടങ്ങിയവർ മതപ്രസംഗം നടത്തും.
ഉറൂസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അബ്ദുൽ കരീം സഅദി, എസി മുഹമ്മദ് അലി സഅദി, അബ്ദുൽ സഖാഫി കുഞ്ചിരം, ഹനീഫ് മുട്ടം, ഫറൂഖ് മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നിലമൊരുക്കൽ നടന്നു. ജനുവരി 13 മുതൽ 17 വരെയാണ് പാട്ട് മഹോത്സവം നടക്കുക. കരിവെള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രം പാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നിലമൊരുക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രപരിധിയിലെ ബാല്യക്കാരും സ്ത്രീജനങ്ങളും മറ്റും ചേർന്ന നിലമൊരുക്കൽ ചടങ്ങ് നാടിന്റെ ഉത്സവമാക്കി മാറ്റി. ജനുവരി 13 മുതൽ 17 വരെയാണ് പാട്ട് മഹോത്സവം നടക്കുക. 13-ന് ദീപവും തിരിയും കൊണ്ടുവരുന്നതോടെ പാട്ടുത്സവത്തിന് തുടക്കമാകും. ജനുവരി 13 മുതൽ 17 വരെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ പാട്ടുത്സവം. നമ്മുടെ കാലാകാലങ്ങളായിട്ട് ശ്രമദാനമായിട്ടാണ് ഈ പണിയൊക്കെ നടത്തി വരാറ്. ക്ഷേത്ര കൂട്ടായ്മയാണ്. 17-ന് രാത്രി 7 മണിക്ക് കളത്തിലരിയിടൽ ചടങ്ങോടുകൂടി പാട്ടുത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളൂർ ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവം സമാപിച്ചു. 9ാം പാട്ടുത്സവത്തോടനുബന്ധിച്ച് തേങ്ങയേറ് നടന്നു. വെള്ളൂർ ശ്രീ കുടക്കത്ത് ഭഗവതി ക്ഷേത്രം പാട്ട് മഹോത്സവം സമാപിച്ചു. സമാപന ദിവസമായ 9ാം പാട്ടിനോടനുബന്ധിച്ച് തേങ്ങയേറ് നടന്നു. കളത്തിലരിയോടുകൂടി പാട്ടുത്സവം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. രണ്ട് ദിവസങ്ങളിലായി നടന്നുവന്ന കരിവെള്ളൂർ തെരു മടപ്പള്ളി സോമേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വൈകിട്ട് മൂവാളംകുഴി ചാമുണ്ഡി അരങ്ങിലെത്തി. രണ്ടു ദിവസങ്ങളിലായി നടന്നുവന്ന കരിവെള്ളൂർ തെരു മഠപ്പള്ളി സോമേശ്വരി ക്ഷേത്ര കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വൈകിട്ട് മൂവാളംകുഴി ചാമുണ്ഡി അരങ്ങിലെത്തി. അസുരവധാനന്തരം ധനധാന്യ ഐശ്വര്യങ്ങൾ തൃക്കണ്യാലപ്പന്റെ സന്നിധി പൂകിയ ദേവിയാണ് മൂവാളംകുഴി ചാമുണ്ഡി. ഇളയപുരത്തു തന്ത്രി തന്റെ നേരെ തിരിച്ചുവിട്ട ഈ കൊടിയ കാളിയെ എടമനത്തന്ത്രി ചെമ്പുകിടാരത്തിൽ ആവാഹിച്ച് കുഴിച്ചിട്ടു. ആ സമയം വലിയ ശബ്ദത്തോടെ ഭൂമി പിളർന്ന് മൂവാളംകുഴി ചാമുണ്ഡി എന്ന പേരുണ്ടായി. ഒരു നാൾ തൃക്കണ്ണയാലെത്തിയ നഗരചെട്ടിയാർ തന്റെ ചുറ്റും കെട്ടും നെറിയും കുറിയും അടക്കവും ആചാരവും കണ്ട് കൈയൊഴിച്ചുകൂടാ എന്ന് കരുതി ദേവി കൂടെ പോന്നു. അന്നു തൊട്ട് ശാലിയർക്ക് കുലദേവതയായി മൂവാളംകുഴി ചാമുണ്ഡി. തെയ്യത്തിന്റെ അനുഗ്രഹം വാങ്ങാൻ വലിയ ഭക്തജന പ്രവാഹമാണ് ക്ഷേത്രത്തിലെത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂരിൽ ലോട്ടറി വിൽപ്പനക്കാരൻ ബസ്സുകൾക്കിടയിൽപ്പെട്ട് മരിച്ചു. മരിച്ചത് പയ്യന്നൂർ കേളോത്തെ KV രാഘവൻ. അപകടം തിങ്കളാഴ്ച രാവിലെയോടെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ. 15 സംവത്സരങ്ങൾക്ക് ശേഷം രാമന്തളി ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടത്തിന് തിരിതെളിഞ്ഞു. കളിയാട്ടത്തിന് തുടക്കമായത് രാമന്തളി ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവന്നതോടെ. ഇടുക്കിയിലെ കർഷകരുടെ രാജ്ഭവൻ മാർച്ച് വിജയകരമാകുമെന്ന് കണ്ടപ്പോഴാണ് ഗവർണർ ഇടുക്കിയിലേക്ക് യാത്ര തീരുമാനിച്ചതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇടുക്കിയിലെ പ്രതിഷേധമെന്നും MV ഗോവിന്ദൻ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ മുടങ്ങിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ K. സുദീപ്. രോഗികളെ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ പിൻവലിക്കണമെന്നും ആശുപത്രി സൂപ്രണ്ട്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.